നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല, നിങ്ങൾ ഏത് വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വയസ്സായി, എത്ര വയസ്സായി? മറ്റുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന വയസ്സ് എത്രയായി? അതിലല്ല കാര്യം. എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ ഏത് പ്രായക്കാരനാണ് എന്ന് ലോകമല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ തീരുമാനിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിൽ പറയുന്നത് യോവേൽ പ്രവാചകൻ പറഞ്ഞതാണ്. യൗവനക്കാർ ദർശനങ്ങൾ കാണും, പുത്രീപുത്രന്മാർ പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അതായത് സ്വപ്നം കാണുന്ന പ്രായത്തിലേക്ക് വൃദ്ധന്മാരും തിരിച്ചു വരുമെന്ന്. സ്വപ്നങ്ങളെല്ലാം തീർന്ന് വെറുതെ മരണം കാത്തു കിടക്കുന്ന വാർദ്ധക്യമല്ലെന്ന്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ചിന്താഗതികൾ മാറി മറിയുമെന്ന്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വെറുതെയല്ല, നമ്മുടെ മനോഭാവത്തെ മൊത്തം ആടിമുടി മാറ്റിക്കളയും. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ പ്രായമായാലും 60, 70, 80 വയസ്സായാലും നന്നായി ഒരുങ്ങി നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ പറയുന്നത് എനിക്ക് പ്രായമായിട്ടില്ലെന്നാണ്. അവരുടെ മനസ്സതാണ് പറയുന്നത്. വേറെ ചിലരുണ്ട്, ഒരു 30 വയസ്സ് 35 വയസ്സ് 2 പിള്ളേരായതോടുകൂടി ആകെ ഒരുക്കവും ഇല്ല, പിന്നെ ഒരു കിളവൻ കിളവി പോലെ ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അത് അവരുടെ കുഴപ്പമല്ല, അവിടെ മനസ്സിന്റെ വ്യത്യാസമാണ്. നിന്റെ ഒരുക്കവും നിന്റെ നടപ്പും എല്ലാം കാണുമ്പോഴറിയാം, നിന്റെ മനോഭാവം ആണ് അതിനെ വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രായമല്ല കാര്യങ്ങളെ തീരുമാനിക്കുന്നത്, നമ്മുടെ മനോഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രായക്കാരനാണെങ്കിലും യൗവനം കഴുകനെ പോലെ പുതിയ വരുമെന്നാണ് ദൈവവചനം പറയുന്നത്. മാത്രമല്ല യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണമെന്ന്, അല്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ലെന്ന്. തിരിയണമെന്ന്, മനസ്സുകൊണ്ട് അങ്ങോട്ട് കുഞ്ഞായിട്ട് തിരിയണം. വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ശിശുവാണെന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ ഒന്നേന്ന് ആരംഭിക്കുകയാണ്. 60 വയസ്സിലും 70 വയസ്സിലും 80 വയസ്സിലും ഒക്കെ രക്ഷിക്കപ്പെട്ടാലും കുഴപ്പമില്ലെന്ന്. 50 വർഷം കിട്ടിയില്ല ജീവിക്കാൻ, 5 വർഷമേ ഉണ്ടായുള്ളൂ, കത്തി ജ്വലിക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ പ്രായത്തെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, നിങ്ങളുടെ മനോഭാവത്തെ മാറ്റുക. ഞാനൊരു യൗവനക്കാരനാണ്, ഞാനൊരു യൗവനക്കാരിയാണെന്ന് 80 വയസ്സുള്ളപ്പോഴും പറയുക. പുതിയ കണക്കനുസരിച്ച് 80-ാമത്തെ വയസ്സ് മുതലാണ് വാർദ്ധക്യം തുടങ്ങുന്നതെന്ന് ആരോ പറയുന്നത് കേട്ടു. 80-ാമത്തെ വയസ്സ് മുതൽ വാർദ്ധക്യം ആരംഭിക്കുന്നു. അതിൻ്റെ അർത്ഥം 79 വയസ്സ് വരെ യൗവനം. എങ്ങനെയുണ്ട്? ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഓരോ രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ, മന്ത്രിമാർ എല്ലാവരും ശ്രദ്ധിക്കുക. അവരുടെ മനോഭാവമാണ് അവരെ ആ ഭരണരംഗത്ത് നിർത്തിയിരിക്കുന്നത്. ഞാൻ വൃദ്ധനല്ല, ഈ രാജ്യം ഭരിക്കാനുള്ള പ്രായം, യൗവനപ്രായം എനിക്കുണ്ടെന്നുള്ള ചിന്താഗതി. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി വർഷമാണ് അവർ ജീവിച്ചിരുന്നത്. അവർക്ക് നല്ല ആയുസ്സാണ്. പെട്ടെന്ന് തട്ടിപ്പോകുന്നത് വിശ്വാസികളെന്ന് പറയുന്നവരാണ്. കാരണം പറയുന്നത് മുഴുവനും നെഗറ്റീവാണ്. ആകെ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന സമയം കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ നെഗറ്റീവ്. പ്രാർത്ഥനയിൽ മുഴുവൻ നെഗറ്റീവ് പാട്ടാണ്. എന്നാൽ അത് കഴിഞ്ഞാലും പറയുന്നത് മുഴുവനും നെഗറ്റീവാണ്. എന്നാൽ രാഷ്ട്രീയക്കാരുടെ പ്രത്യേകത, എന്നെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും. പിന്നെ അവർക്ക് നല്ല തൊലിക്കട്ടിയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ അങ്ങനെ നിരുത്സാഹപ്പെടുത്താനോ ചൂരച്ചെടിയുടെ തണലിൽ കിടത്താനോ ആർക്കും കഴിയില്ല. അവർ വളരെ ധൈര്യമുള്ളവരാണ്.
ഒരു മനോഭാവമാണ് അതിൻ്റെ കാരണം. ഏത് രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ നോക്ക്, ചെറുപ്പക്കാരല്ല, പ്രായമുള്ളവരാണ്. ചെറുപ്പക്കാരേക്കാൾ ജ്ഞാനത്തോടെ, കഴിവോടെ, മികവോടെ, ഉത്സാഹത്തോടെ ഓടി നടക്കുന്നു. ഞാൻ എടുത്തു പറയുന്ന PG വർഗീസ് അങ്കിൾ ആത്മമണ്ഡലത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിലൊന്നാണ്. 84 വയസ്സ് ഉള്ള ഒരു യൗവനക്കാരൻ. എന്നാൽ 34 വയസ്സുള്ള വൃദ്ധന്മാരും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. മനോഭാവങ്ങളെ മാറ്റുക, ഒരു പുതിയ തുടക്കം കർത്താവ് തരട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 14 മുതലാണ് ഇന്ന് നമ്മൾ വായിക്കേണ്ടത്. അതായത് 13 ഇങ്ങനെയാണ്: ശീമോൻ താനും, അതായത് മന്ത്രവാദിയും, വിശ്വസിച്ച് സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ശീമോനും മറ്റുള്ളവരെ ഭ്രമിപ്പിക്കാൻ, പേടിപ്പിക്കാൻ, അത്ഭുതപ്പെടുത്താനൊക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. അതിനുവേണ്ടി പുള്ളിക്കാരൻ കുറേ പരിപാടികൾ, മാജിക്കുകൾ കാണിച്ചതാണ്. കുറേ കാലം അത് ഫലിച്ചു. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവെന്ന് പറയുന്നത് പോലെ ഫിലിപ്പോസ് വന്നതോടുകൂടി ഇതെല്ലാം പൊളിഞ്ഞുപോയി. ആരും ഇപ്പോൾ ശീമോനെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഫിലിപ്പോസിനെയാണ്. ഇവനും ഫിലിപ്പോസിനെയാണ് ശ്രദ്ധിക്കുന്നത്. പേടിച്ചുപോയി. സ്നാനപ്പെട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കുകയാണ്. അത്ഭുതങ്ങൾ കണ്ട് പേടിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ട് പോരാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നുള്ളതാണ് യെരുശലേം സഭ അന്വേഷിക്കുന്ന കാര്യം. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ ശമരിയിൽ ഒത്തിരി ജനം വിശ്വാസത്തിൽ വന്നു. പട്ടണം മുഴുവനും വിശ്വാസത്തിലേക്ക് തിരിയുകയാണ്. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ളത് യെരുശലേം സഭയുടെ നിർബന്ധമാണ്. അങ്ങനെ 14-ാം വാക്യം: അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. ദൈവവചനം കൈക്കൊണ്ട ശമര്യക്കാരുടെ അടുക്കലേക്ക് ഇതാ പത്രോസ് യോഹന്നാനും പോവുകയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ദൈവം ശമര്യയിലൂടെ തെളിയിച്ചു. ഇത് യെരുശലേം സഭയ്ക്ക് ഒരു വലിയ ആഘോഷമാണ്. ജാതികളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. എന്താ കാരണമെന്നറിയോ? ഇവര് യെരുശലേം സഭയ്ക്കൊരു ഉപദ്രവമൊന്നും ഉണ്ടാകാതെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇവർ ഈ ശമര്യയൊന്നും അംഗീകരിക്കില്ല. ഈ ജാതി സമ്പ്രദായമൊക്കെ ഇവരുടെ ഇടയിൽ ഭയങ്കരമാണ്, ഈ യഹൂദന്മാരുടെ ഇടയിൽ. പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും പറയുന്നുണ്ട്, ഞാനൊരു യഹൂദനാണെന്നും നിൻ്റെയൊക്കെ വീട്ടിലൊന്നും വരാൻ പാടില്ലെന്നും ഒക്കെ നിനക്ക് അറിഞ്ഞൂടെ എന്ന രീതിയിലാണ് 10-ാം അധ്യായത്തിൽ പത്രോസ് സംസാരിക്കുന്നത്. എങ്കിലും ദൈവം യാതൊന്നും മലിനമായി കാണരുതെന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ്. ഇവരൊന്നും പെട്ടെന്ന് ജാതികളോട് അടുക്കൂല. ഒരു ഉപദ്രവം വന്നപ്പോൾ, യഹൂദന്മാർ ഉപദ്രവിച്ചപ്പോൾ, സഭയെ നന്നായിട്ട് പീഡിപ്പിച്ചപ്പോൾ, ഇപ്പോൾ ശമര്യയിലോട്ട് പോകാനുള്ളൊരു മനസ്സ് ഇവർക്കുണ്ടായി. ചില വിഷയം വരുമ്പോഴാണല്ലോ മറ്റുള്ളവരുടെ വില മനസ്സിലാകുന്നത്. ഇപ്പോൾ അപ്പോസ്തലന്മാർക്കൊക്കെ മനസ്സിലായി, അതെ, ശമര്യക്കാർ അവരും നല്ലവരാണ്, സ്വന്തം ആൾക്കാരേക്കാൾ ശ്രേഷ്ഠരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു കാരണമായത് ഒരു ഉപദ്രവമാണ്. ചില ഉപദ്രവങ്ങൾ മറ്റുള്ളവരുടെ വിലയറിയാൻ ഉണ്ടാകുന്ന അവസരങ്ങൾ കൂടിയാണ്. ചില സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് വേറെ ചിലരും കൂടി ഉണ്ട്, നല്ല മനുഷ്യരൊക്കെ ഉണ്ട് എന്നറിയുന്നത്. മാത്രമല്ല, ഉപദ്രവങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പങ്ങൾ ആരാണെന്ന് നമ്മെ പഠിപ്പിക്കും. നമ്മൾ ഉപകാരം ചെയ്ത, നമ്മൾ സഹായിച്ചവർ നമുക്ക് ഉപദ്രവം ആകുമ്പോഴാണ് ഇവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരെയും കൂടി കരുതണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകാൻ അത് കാരണമാകും. അങ്ങനെയാണ് അവർക്ക് ശമര്യയിലോട്ട് പോകാൻ ഒരു താല്പര്യമുണ്ടായത്. അല്ലെങ്കിൽ ശമര്യയിൽ ഇവർ പോകത്തില്ല. കാരണം 2 യഹൂദന്മാർ തമ്മിൽ വഴക്കുണ്ടായാൽ ഒരു യഹൂദൻ മറ്റവനെ ചീത്ത വിളിക്കുന്നിങ്ങനെ, പോടാ,
ശമരിയക്കാരാ. അപ്പോൾ മറ്റവൻ പറയും, ദേ എന്നെ തല്ലിക്കോ, എന്നെ ശമരിയക്കാരാന്ന് വിളിച്ചാൽ ഞാൻ ശരിയാക്കി കളയും. ഇങ്ങനെയായിരുന്നു അന്നത്തെ വഴക്ക്. അത്രയും നീചമായ ഒരു രീതിയിലായിരുന്നു ശമരിയക്കാരെ കണ്ടിരുന്നത്. യേശുവല്ല, ഈ ശിഷ്യന്മാരുൾപ്പെടെ യഹൂദന്മാർ. എന്നാൽ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ആ അകലങ്ങൾ പൊളിച്ചു കളഞ്ഞത് ഒരു ഉപദ്രവമാണ്. അപ്പോൾ എന്തിന് ദൈവം ഒരു ഉപദ്രവം അനുവദിച്ചു? മറ്റുള്ളവരും വിലയേറിയവരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കൂടെ ഇന്നുള്ളവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ദൈവം ഇടയ്ക്ക് അനുവദിക്കാറുണ്ട്. മറ്റുള്ളവരുടെ വിലയെ അറിയണം. അങ്ങനെ ശമരിയിലേക്ക് പത്രോസും യോഹന്നാനും പോവുകയാണ്. വലിയ ബുദ്ധിമുട്ടാ, എന്നാലും പോവുകയാണ്. അങ്ങനെ അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെ അവരുടെ അടുക്കൽ അയച്ചു. 15 അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. ഒറ്റ കാര്യത്തിനാണ് പോയേക്കണം, പ്രസംഗിക്കാനൊന്നുമല്ല. പരിശുദ്ധാത്മാവിനെ ശമരിയക്കാർ പ്രാപിക്കണം. നമ്മൾ പ്രാപിച്ച അതേ അഭിഷേകം, നമ്മൾ പ്രാപിച്ച ദൈവകൃപ അത് അവരുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവർ നിലനിൽക്കും. പിന്നീട് സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് അവരെ വഴി നടത്തും. അവിടെ വലിയ ദൈവപ്രവർത്തികൾ തുടരും. ഒരു അഭിഷേകമുള്ള ഒരു ഫിലിപ്പോസിലൂടെ നടന്നെങ്കിൽ, അപ്പോസ്തലന്മാർക്ക് പറയാനുള്ളത്, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആത്മനിറവുള്ള ഒരു ഫിലിപ്പോസ് മുഖാന്തരം അത് സംഭവിച്ചെങ്കിൽ ശമരിയർ എല്ലാവരും അഭിഷേകം പ്രാപിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഇന്നുള്ള സഭകളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ പലർക്കും താല്പര്യമില്ല. അതൊരു നാണക്കേട് പോലെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ പ്രാപിച്ചിരിക്കും. എഫെസോസിലേക്ക് പോയപ്പോൾ പൗലോസ് 12 പേരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നാണ് ചോദിച്ചത്. ഒരു വിശ്വാസിയാണെങ്കിൽ അടുത്ത ചോദ്യം അതാണ്. 1-ാം നൂറ്റാണ്ടിലെ ചോദ്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇതാ 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ, അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് വിശ്വാസികൾ തമ്മിൽ ചോദിക്കുന്നത്, മോൻ കാനഡയിലോട്ട് പോകാനുള്ള അഡ്മിഷൻ കിട്ടിയോ? മോൾക്ക് ന്യൂസിലാൻഡിലെ കാര്യങ്ങൾ ശരിയായോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം നമ്മുടെ കാലത്ത് കുറവാണ്. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിൽ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾക്കും വലിയ താല്പര്യങ്ങളില്ല. അവരെ ഒരു ഇടക്കൂട്ടായ്മയിൽ കൊണ്ടുവരല്ല, അവരെ ഒരു പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാൻ താല്പര്യം തന്നെയില്ല. കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ നടക്കുകയാണ്. ഒരു കുഞ്ഞ് ചർച്ചിൽ വന്ന് 1 മണിക്കൂർ ഇരുന്നിട്ടാണ് അമ്മ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് കൊണ്ടുപോവുകയാണ്. 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അക്രൈസ്തവ മാർഗത്തിൽ നിന്നൊക്കെ വരുന്നവർ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന വില, കൂട്ടായ്മയ്ക്ക് കൊടുക്കുന്ന വില. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് എന്തുണ്ടാക്കി കൊടുക്കുമെന്നാണ്. എന്തുണ്ടാക്കി കൊടുത്താലും അത് കാറ്റ് പറത്തിക്കൊണ്ടു പോകും. സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ആധാരങ്ങളാണെങ്കിലും സമ്പാദ്യങ്ങളാണെങ്കിലും എല്ലാം ഒരസുഖം കൊണ്ട് തീരാനുള്ളതൊക്കെ ഉള്ളൂ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു ശ്രമം നടത്താമോ? ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതങ്ങളായി ആയിരങ്ങൾക്ക് അവരാധാരം വാങ്ങിച്ചു കൊടുത്തോളൂ. ആയിരങ്ങളുടെ കണ്ണുനീര് അവർ തുടയ്ക്കും. ആയിരങ്ങൾക്ക് അവർ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി മാത്രം ഇങ്ങനെ ഞായറാഴ്ചയും ട്യൂഷൻ വെച്ച് എപ്പോഴും പഠിച്ച് പഠനത്തിന് വേണ്ടി ഒരു A+ കുറഞ്ഞാൽ അതിന് നെഞ്ചത്തിടിച്ച് ഇങ്ങനെ പോകാതെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാർക്ക് ലിസ്റ്റല്ല അവരുടെ ഭാവി തീരുമാനിക്കുന്നത്. അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും.
പരിശുദ്ധാത്മാവ്, യേശു പ്രാപിക്കാൻ കൊതിച്ച പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാരോട് പറഞ്ഞ് കാത്തിരുന്ന് അവരെ കൊണ്ട് പ്രാപിപ്പിച്ച പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാർ പോയിടത്തെല്ലാം പകരാൻ കൊതിച്ച പരിശുദ്ധാത്മാവ്. ഇന്ന് ഇത് കേൾക്കുന്നവർ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അഭിഷേകത്താൽ നിറയും. എഫെസോസിലുള്ള 12 പേർ, അവരെ പൗലോസ് ഇത് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെ മേൽ കൈവച്ച ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. 12 പേരും പ്രവചിച്ചു. എഫെസോസിലുണ്ടായ ഉണർവിൻ്റെ കാരണം, എഫെസോസ് പട്ടണം മുഴുവനും കർത്താവിലോട്ട് തിരിഞ്ഞതിൻ്റെ കാരണം ഈ ദൈവപ്രവൃത്തിയാണ്. ഇതുപോലെ വലിയ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി കർത്താവ് നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ ബഹുമാനത്തോടെ കാണാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതെല്ലാം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവർ കൈവച്ചു, പ്രാർത്ഥിച്ചു. ഉടനെ ശമര്യക്കാർ മുഴുവനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, കൃപകളാൽ നിറഞ്ഞു, വരങ്ങളാൽ നിറഞ്ഞു. രക്ഷയുടെ സന്തോഷമുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം കൂടി വന്നാൽ അവർക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. ഇത് നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ലഹരി പിടിച്ചതല്ല. ഇത് യോവേൽ പറയുന്ന സംഭവമാണെന്ന് പത്രോസ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കാറ്റടിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ആനന്ദം, അതിരറ്റ സന്തോഷം. ഫിലിപ്പോസ് മാത്രമുള്ളപ്പോഴവിടെ അത്ഭുതമുണ്ട്, അടയാളമുണ്ട്. അവിടെ ജനങ്ങൾ സ്നാനപ്പെടുന്നുണ്ട്, പട്ടണത്തിൽ സന്തോഷമുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാർ പറഞ്ഞു അത് പോരാ, ഇത് നിലനിൽക്കണം. നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. രക്ഷയുടെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ, സൗഖ്യത്തിൻ്റെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ഇവർ പരിശുദ്ധാത്മാവിൽ നിറയണം. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിപ്പാൻ യേശു നമ്മെ സഹായിക്കട്ടെ. കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ കൃപയിൽ നിറഞ്ഞ് ജീവിക്കാനിടയാകട്ടെ. അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ മുഖ്യ വില കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായ പരിശുദ്ധാത്മാഭിഷേകം എന്നുള്ളത് ഞങ്ങൾക്കും വളരെ വിലപിടിപ്പുള്ള ഒന്നായി തീരുവാൻ ഞങ്ങളുടെ മനോഭാവങ്ങളെ ഞങ്ങൾ മാറ്റുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ കർത്താവിന് തരുന്നു. ഞങ്ങളെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കി തരുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണവും പരിശുദ്ധാത്മാവിന് വിട്ടുതരുന്നു. ദേഹം, ദേഹി, ആത്മാവിൻ്റെ മുഴുവൻ നിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ തരുന്നു. ഇത് കേൾക്കുന്നവർ അഭിഷേകത്താൽ നിറയട്ടെ, കൃപകളാൽ നിറയട്ടെ, വെളിപ്പാടുകളാൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ചില ദിവസങ്ങളിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം സംഭവിക്കും. സൗഖ്യം, സമാധാനം, വിടുതലുകൾ, സാമ്പത്തിക അഭിവൃദ്ധികൾ, അതെന്നും പറയേണ്ട ആവശ്യമില്ല. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുക. സത്യം അറിയുമ്പോൾ സത്യം നമ്മെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മനോഹരമായ സഭായോഗം രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് കടന്നു വരണം. ഇതുവരെ വരാത്തവർ വന്ന് കണ്ടിട്ടേ പോകാവൂ. അതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കാണാൻ ഇനിയും നമുക്ക് അവസരങ്ങൾ കർത്താവ് തരും. താങ്ക് യു. ചേർന്ന് പാടി അല്പസമയം കൂടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. മുട്ടോളമല്ല ഹരയോളവും പുതിയതിനു വേണ്ടി ഒന്ന് ആഗ്രഹിച്ചട്ടെ. മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല ഹരയോളവും